ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആ സമയത്ത് ജയറാമേട്ടന്റെ ആയാലും അരവിന്ദ് സ്വാമി ആ ഒരു ടൈമിൽ വന്നപ്പോ ലൈക്ക് അവരെ പോലെ തന്നെ നമ്മൾ സ്വപ്നം കാണുമല്ലോ എന്തായാലും. അല്ലേ? അപ്പൊ അപ്പൊ ആ ഒരു എല്ലാവരും സമയത്ത് സുഹൃത്തുക്കളാണ് കേട്ടോ. അതെ ജയറാമായാലും മുകേഷ് ഏട്ടനായാലും എല്ലാവരും സുഹൃത്തുക്കളാണ് എൻ്റെ. അതെ, കാണുമ്പോഴാണെങ്കിലും അതേപോലെ പിന്നെ അരവിന്ദ് എനിക്ക് സ്വാമിയുടെ ഒക്കെ പോലെയുള്ളൊരു ലുക്കും. അതെ. അപ്പം നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പറയും. ഇപ്പം നീലഗിരിയും ദളപതിയും ഏകദേശം ഒരേ ടൈമിലാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഗെറ്റപ്പ് ഏകദേശം ഒരുപോലെയാണ്, ടീഷർട്ടും ഗോൾഡൻ ഗ്ലാസും ഇതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ പ്രതീക്ഷിച്ച് പോകുമല്ലോ. പിന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ വേറെ ഗുണമുണ്ട്. എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, എന്നെ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് മാത്രമായിട്ട് ഇപ്പോഴും ആൾക്കാർ കാണുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഒരു സിനിമാ നടൻ, പിന്നെ അതിൻ്റെ ബ്രാക്കറ്റിൽ സീരിയൽ നടൻ എന്നുള്ളേ വരുള്ളൂ. സീരിയൽ ആർട്ടിസ്റ്റ് എന്ന് മാത്രമായിട്ട് വരുന്നില്ല. അല്ലേ, നമുക്ക് സിനിമകൾ എങ്ങനെയാലും എന്തായാലും ഇങ്ങനെ ഒരു എന്തായാലും സിനിമ എന്ന് വെച്ചാൽ ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആൾക്കാർ സിനിമാ നടൻ എന്നുള്ള സംഭവം മാറി സീരിയൽ നടൻ മാത്രമാക്കാന്നുള്ളൊരു കണ്ടീഷൻ വന്നിട്ടില്ല ഇതുവരെ. ഇല്ല, എനിക്കൊന്ന് ചേട്ടൻ എപ്പോഴും ചേട്ടനെക്കാളും മുകളിലോട്ടുള്ളവരെ നോക്കാതെ താഴോട്ടുള്ളവരെ നോക്കുന്ന ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത് നമുക്ക് ഇതെങ്കിലും കിട്ടിയല്ലോ. അത് തന്നെ, അത് സംസാരിച്ചപ്പോൾ എനിക്കതാ ഫീൽ ചെയ്തു. തീർച്ചയായിട്ടും. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ നഷ്ടങ്ങൾ പറയാനാണെങ്കിൽ അതേ ഉള്ളൂ എന്ന്. ഈ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് ഉള്ള കാരണം ടൈം മാത്രമാണോ? ടൈം മാത്രമായിരിക്കും. കാരണം അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈവൻ വിനായകൻ പോലും ഇപ്പോൾ നല്ല ഗുണ്ടയായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന ഹരീഷ് പേരടി, ഒന്നും വേണ്ട. എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഉള്ളത് സുരേന്ദ്രൻ, ഐ മീൻ ഇന്ദ്രൻ സാർ. എനിക്കൊക്കെ ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട് പുള്ളി. സുരേന്ദ്രൻ പുള്ളിയുടെ ശരിക്കുള്ള പേര് സുരേന്ദ്രൻ. അപ്പോൾ ഞാനൊക്കെ സുരേന്ദ്രൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഇപ്പം ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് വരെ വാങ്ങിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ കഴിവുണ്ട്, കഴിവില്ല എന്നല്ല, കഴിവില്ലാത്തവർക്ക് ഇപ്പം നാഷണൽ അവാർഡ് കിട്ടണമെന്നില്ലല്ലോ. ഒരിക്കലും. അപ്പോൾ അദ്ദേഹവും എനിക്ക് ഡ്രസ്സ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് എന്താ പറയുക, ഇപ്പം നമ്മൾ അങ്ങേ അറ്റം എത്തിക്കഴിയുമ്പോൾ നമുക്ക് പറയാം, നമുക്ക് പ്രയത്നം എന്തെന്ന് പറയും, പ്രയത്നം വേണം, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കാതെ നടക്കില്ലല്ലോ. പിന്നെ സിനിമയിൽ വേണ്ടതൊരു PRO വർക്കാണ്. അതെനിക്ക് കുറവാണ്. കാരണം അതുണ്ടെങ്കിലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ ഉയർന്നു വന്ന ആൾക്കാർ PRO വർക്ക് മാത്രം കൊണ്ടൊന്നുമില്ല രക്ഷപ്പെട്ടത്. നമുക്ക് PRO വർക്ക് കൊണ്ട് കുറേ പടം ചെയ്യാം. അതിൽ കാമ്പുള്ളൊരു സാധനം കിട്ടണമെങ്കിൽ ഒരാൾ മനസ്സിൽ വിചാരിക്കണം നമ്മളെപ്പറ്റി. എക്സാമ്പിൾ ഇപ്പോൾ നന്ദു എത്രയോ വർഷം കൊണ്ട് സിനിമയിലുണ്ട്. പക്ഷേ രഞ്ജിത്തേട്ടനത് മനസ്സിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വിശ്വസിച്ച് നന്ദുവിനെ ഏൽപ്പിക്കാം എന്ന് മനസ്സിൽ തോന്നിയുകൊണ്ടാണ് ആ ക്യാരക്ടർ ജനിക്കുന്നത്, സ്പിരിറ്റിലെ ക്യാരക്ടർ. അപ്പോൾ അവിടെ ലൈഫ് മാറി. അപ്പം നമുക്ക് വെറുതെ ഇങ്ങനെ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 2 സീൻ 3 സീൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ നിൽക്കൂല. എന്തെങ്കിലും ഇതുപോലെ ഒരു കരിയറിൽ ബ്രേക്ക് വരുന്നൊരു പിന്നെ ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് ശല്യമാവൂ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങോട്ട് വിളിച്ച് ചോദിക്കാൻ അതിപ്പോൾ അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ഇപ്പം എല്ലാവരും സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ, രഞ്ജിത്തേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പ്, എത്രയോ മുമ്പ്, എനിക്കൊരു ഗുരുസ്ഥാനീയനാണ്. കാരണം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ രഞ്ജിത്തേട്ടൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഇറങ്ങി സിനിമ സ്വപ്നം കണ്ടു നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് എന്നെ നാടകം പഠിപ്പിക്കാൻ വരുന്നത്, യൂണിവേഴ്സിറ്റി നാടകോത്സവത്തിന്. അപ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് ഇവരൊക്കെയായിട്ട്. പിന്നെ എൻ്റെ ബ്രദറിലോ ഹിംസെൽഫ് ഈസ് എ ഡയറക്ടർ, വിജയ് തമ്പി. അപ്പോൾ പുള്ളിയോട് പോലും ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. ഫാമിലിയിൽ തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ചോദിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ചോദിച്ചാൽ ഒരു വേഷം കിട്ടും. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ചെറിയൊരു വേഷം ചെയ്യുമ്പോൾ ഉള്ളൊരു കുഴപ്പം, ആദ്യമൊക്കെ അങ്ങനെ ആയാലും പോകുമായിരുന്നു. പിന്നെ വന്ന് നമ്മൾ സീരിയലിലും എസ്റ്റാബ്ലിഷ്ഡായി ഒരു മനുവർമ്മ എന്നുള്ളൊരു പേര് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെന്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരു ഷോട്ടിൽ ചെന്ന് നിന്നാലും ആൾക്കാർക്ക് മനസ്സിലാവും ഞാനാണെന്നുള്ളത്. അപ്പോൾ ഒരു കാമ്പില്ലാത്തൊരു സാധനം ചെയ്താൽ ഇയാളെന്തിനും ഇത് ചെയ്തേ എന്നുള്ളൊരു മനസ്സിൽ ആൾക്കാർക്ക് തോന്നും. അപ്പോൾ അതിപ്പോൾ എന്താണ് പറയുക, ദുരഭിമാനമാണെന്നോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ, ദുരഭിമാനമാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ചേട്ടാ, നമ്മൾ സീരിയൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിനിമ അതൊരു അങ്ങനെ ചെറിയതായിട്ട് എനിക്കൊരു ചെറിയ മടിയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ
സിനിമ നിന്ന് കഴിഞ്ഞ സമയത്താണ് അന്ന് ദൂരദർശനായിരുന്നു. അപ്പം ദൂരദർശൻ്റെ ഒരു മെച്ചം എന്തായിരുന്നു വെച്ചാൽ അന്ന് സിനിമ പോലെ തന്നെയായിരുന്നു സീരിയൽ. ഒരു 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഒരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് വയ്ക്കുന്നു. നമ്മളെവിടെയെങ്കിലും ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ എറണാകുളത്ത് തന്നെ വേണമെന്നൊന്നുമില്ല, എവിടെയെങ്കിലും അതിന് പറ്റിയ ലൊക്കേഷൻ കാണുന്നു, അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു, ലൊക്കേഷൻ കാണുന്നു, ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് സിനിമയ്ക്ക് പോകുന്ന അതേ എഫേർട്ട് തന്നെയാണ്. ക്യാമറ മാത്രം മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അന്ന്. പിന്നെ സ്ക്രിപ്റ്റ് നമുക്ക് ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതിലൊരു മടി പിടിച്ചു എനിക്ക്, കുറച്ചും കൂടെ എളുപ്പമുണ്ട്. അത് അങ്ങനെ പോയി. മടിയുള്ള കൂട്ടത്തില പൊതുവെ. അങ്ങനെ മടിയല്ല ഞാൻ പറഞ്ഞത്, അഭിനയിക്കാൻ മടിയെന്നല്ല. അഭിനയിക്കാനല്ല, അല്ലാതെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഒരു എന്താ പറയാ, ഞാൻ ഇത്തിരി പുറത്ത് ചെന്നിട്ടൊരു എൻ്റെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കോമഡിയും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മളിങ്ങനെ ചോദിച്ചതിന് നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു വിഷമം. അവർക്ക് ശല്യാവും നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണോ? അതെ അതെ അതെ. പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചേട്ടൻ ഒന്ന് പരിചയം പുതുക്കും. ഞാൻ പറഞ്ഞ എല്ലാവരും പരിചയം പുതുക്കാറുണ്ട്, പക്ഷെ വേഷമായിട്ട് ചോദിക്കാറില്ല. ഇപ്പം രഞ്ജിത്തേട്ടനായാലും എല്ലാവരുമായിട്ടും ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം വിനയൻ ചേട്ടനുമായിട്ട് സംസാരിച്ചു. വിനയൻ ചേട്ടനൊക്കെ എത്രയോ എൻ്റെ കുട്ടിക്കാലം അവർക്ക് അറിയാവുന്ന ആളാണ്. പക്ഷേ ഇതുവരെ ഞാൻ വിനയൻ ചേട്ടൻ്റെ ഒറ്റപ്പടത്തിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അനുരാഗ് കൊട്ടാരം എന്ന് പറഞ്ഞ ഒറ്റപ്പടത്തിലേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും വിനയൻ ചേട്ടൻ പറഞ്ഞു നിന്നെ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കഴിവില്ല എന്നാരും പറയുന്നില്ല, പക്ഷെ അപ്പോഴാണ് നമുക്ക് പറ്റിയ ഒരു സംഭവം പലപ്പോഴും എത്തിപ്പെടാതെ അല്ലെങ്കിൽ മിസ്സായി പോയി അല്ലേ. അങ്ങനെ എത്രയോ പേരുണ്ട്. ഇപ്പം ഞാനൊരു കോളേജിൻ്റെ യൂണിയൻ ഇനോഗ്രേഷനൊക്കെ പോകുമ്പോൾ ഞാൻ അവിടെ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എന്നെക്കാളെന്നുള്ളത് പോട്ടെ, ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർസിനേക്കാളും ഒക്കെ സൗന്ദര്യവും കഴിവുമുള്ള ആൾക്കാർ എത്രയോ പേര് ഭാഗ്യം കൊണ്ട് മാത്രം നിർഭാഗ്യം കൊണ്ട് മാത്രം പുറന്തള്ളപ്പെടുന്നു അല്ലേ. ഒരുപാട് പേര് ഇപ്പം ഞാൻ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യും കേട്ടോ, എൻ്റെ കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ നന്നായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് സഹായിച്ചിട്ടുണ്ട്, അങ്ങനൊരു ഇത് കിട്ടിയിട്ടുണ്ട്, ദൈവാധീനം കിട്ടിയിട്ടുണ്ട്, പലരെയും സഹായിച്ച് ഇതാക്കിയിട്ടുണ്ട് ഞാൻ. ഇപ്പോഴും അങ്ങനെ അവരെ സ്ക്രീനിൽ കാണുമ്പോൾ അങ്ങനെ അഭിമാനം തീർച്ചയായിട്ടും. അങ്ങനെ ഒരാൾ ആരായിരിക്കും? ഇപ്പം എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ രാജീവ് പരമേശ്വരനല്ലേ, ആദ്യമായിട്ട് എൻ്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പോൾ അന്ന് ഭയങ്കര നെർവസായിരുന്നു പുള്ളി, തുടക്കത്തിൽ അഭിനയിക്കുമ്പോൾ നെർവസായിരുന്നു. ഞാനിങ്ങനെ അന്ന് ഇപ്പോഴും രാജീവ് പറയും മനുഷ്യട്ടനില്ലായിരുന്നു ഞാൻ കളഞ്ഞിട്ട് പോയേനെന്ന്. കാരണം നമ്മൾ ഇപ്പം ഈ നെർവസ് എന്ന് പറയുന്നത്, പുള്ളി വളരെ നല്ല ആർട്ടിസ്റ്റാണ്. അന്ന് ഇപ്പം ഈ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, റീൽസ് ചെയ്യുന്നൊരു വീട്ടിൻ്റെ റൂമിനകത്ത് അവരുടെ പ്രൈവസിക്കകത്തിരുന്ന് അവർക്ക് എന്ത് വേണേലും കാണിക്കാം. പക്ഷേ ഒരു ലൊക്കേഷന് വരുമ്പോൾ 40-40 ആൾക്കാരുടെ മുമ്പിലാണ്. അപ്പോൾ ഈ റീൽസ് മനോഹരമായിട്ട് ചെയ്യുന്ന പലരും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഇതാണ്. ഈ ആൾക്കാരും ആൾക്കൂട്ടവും ക്യാമറയും പെട്ടെന്ന് മറ്റേ സ്റ്റാർട്ട് ആക്ഷൻ പറയുന്നത് കേൾക്കുന്നതും ഒക്കെ. പിന്നെ പണ്ട് സിനിമയിലാണെങ്കിൽ ഫിലിം റോൾസാണ്, അപ്പോൾ ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ ഡയറക്ടർ തെറി കേൾക്കും. ഇപ്പോഴാണെങ്കിൽ സ്പീഡാണ്. സീരിയലിന് പറ്റുന്ന സംഭവം മെഗാ സീരിയൽസ് വരുമ്പോൾ ദിവസവും ഇത്ര എപ്പിസോഡ് ചെയ്യണം എന്നുള്ള സ്പീഡാണ്, ഫാസ്റ്റായിട്ട് പോകുക. അപ്പോൾ അവിടെയും ഈ പ്രശ്നം വരും. അവിടെയും രണ്ടാമത് റീടേക്ക് വന്നാലൊക്കെ അവർ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും ചിലപ്പോൾ. അപ്പോൾ ഈ പുതിയ ആൾക്കാരാണ് നിൽക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ ചിലപ്പോൾ ഇവർക്ക് സമയം കിട്ടിയില്ല. അവർക്ക് വേഗം തീർക്കുകയും ചെയ്യണം, എപ്പിസോഡ്സ് പോകേണ്ടതല്ല. അപ്പോൾ കഴിവുള്ള ആളാണെങ്കിലും ചിലപ്പോൾ അവിടെ പമ്മും.